ബി.ജെ.പിയെ ഇല്ലാതാക്കാൻ വേണ്ടി കൊട്ടിയാഘോഷിച്ചു തുടങ്ങിയ ഇന്ത്യ സഖ്യം ഇപ്പോൾ ബി.ജെ.പിക്ക് മുന്നിൽ ഓരോ ദിവസവും തോറ്റുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ബീഹാറിൽ നിതീഷ് കുമാർ നൽകിയ ആഘാതത്തിന് കരകയറും മുൻപേ ഇന്ത്യ മുന്നണിക്ക് ഇരട്ടി പ്രഹരമാണ് ഛത്തീസ്ഗഡ് മേയർ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന് ബി.ജെ.പിക്കെതിരെ ആദ്യ തോൽവി സംഭവിച്ചു കഴിഞ്ഞു. ഇതോടെ ബി.ജെ.പിയുടെ മനോജ് സോൻകർ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. ആം ആദ്മി പാർട്ടിയുടെ കുൽദീപ് കുമാറിനെയാണ് സോൻകർ പരാജയപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തോൽവിക്ക് പിന്നാലെ കുൽദീപ് കുമാർ മോഹാലസ്യപ്പെട്ട് വീണു. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വീഡിയോയിൽ പൊട്ടിക്കരയുന്ന കുൽദീപ് കുമാറിനെ ആശ്വസിപ്പിക്കുന്ന സഹപ്രവർത്തകരെയും കാണാൻ സാധിക്കും. കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യമായി മത്സരിച്ചാണ് ബി.ജെ.പി നേരിട്ടത്. ഇന്ത്യ സഖ്യം എൻ.ഡി.എക്കെതിരെ നടത്തുന്ന ആദ്യ പോരാട്ടമായും ഇതിനെ വിലയിരുത്തിയിരുന്നു. നിതീഷ് കുമാർ സഖ്യം വിട്ടതിന് പിന്നാലെ ഇന്ത്യ സഖ്യം നേരിടുന്ന തുടർച്ചയായ രണ്ടാമത്തെ തിരിച്ചടിയാണിത്. 35 അംഗ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബി.ജെ.പി 16 സീറ്റുകളാണ് നേടിയത്. അതേസമയം 8 വോട്ടുകൾ അസാധുവായി. വിവിധ പദവികളിലേക്ക് എ.പി കോൺഗ്രസ് സഖ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. കുൽദീപ് കുമാർ മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ കോൺഗ്രസ് സീനിയർ ഡെപ്യൂട്ടി മേയർ എന്നീ പദവികളിലേക്കാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത്. സീനിയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി ബി.ജെ.പിയിൽ നിന്ന് കുൽജിത് സന്ധു ആണ് മത്സരിച്ചത്. കോൺഗ്രസിന്റെ ഗുൽപ്രീത് സിംഗ് ഗാബിക്കെതിരെയായിരുന്നു മത്സരം. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ബി.ജെ.പിയുടെ രഞ്ജീന്ദർ ശർമ്മ, കോൺഗ്രസിന്റെ നിർമ്മല ദേവിയും തമ്മിലായിരുന്നു മത്സരം. ഈ സ്ഥാനാർത്ഥികൾക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ. അതേസമയം കോൺഗ്രസും എ.പി.യും കൈകോർത്ത് ബി.ജെ.പിയെ നേരിടുന്നത് കൊണ്ട് ദേശീയ തലത്തിൽ തന്നെ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്ന തെരഞ്ഞെടുപ്പായിരുന്നു ഛത്തീസ്ഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ 8 വർഷമായി ബി.ജെ.പിയാണ് മേയർ സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്നത്. 14 കൗൺസിലർമാരാണ് നിലവിലെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് ഉള്ളത്. സീക്രട്ട് ബാലറ്റിലൂടെയായിരുന്നു മേയർ തെരഞ്ഞെടുപ്പ് നടന്നത്. മേയർ സ്ഥാനം പട്ടികജാതി വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ടതാണ്. അതേസമയം സോൻകറിന് 16 വോട്ട് കിട്ടിയപ്പോൾ കുൽദീപ് കുമാറിന് 12 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. അതേസമയം 8 വോട്ടുകൾ അസാധുവായതിൽ എ.പി കോൺഗ്രസ് കൗൺസിലർമാർ കനത്ത പ്രതിഷേധത്തിലാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഈ തോൽവി വെറും സാമ്പിൾ വെടിക്കെട്ടാണ്. ശരിക്കുമുള്ള പൂരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നതേയുള്ളൂ. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.